ഹലോ, അപ്പോൾ നമ്മളിന്നൊരു ഔട്ടിങ്ങിന് പോയതാണ് കേട്ടോ. കുട്ടികളൊക്കെ ആയിട്ടൊന്ന് പുറത്തിറങ്ങാമെന്ന് കരുതി. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഞങ്ങൾ ഫോൺ കാട്ടി പോയി എൻ്റെ ഫോണിൻ്റെ സ്ക്രീൻ കാർഡൊന്ന് മാറ്റി. ആകെ പൊട്ടി നാശമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റി. പിന്നെ ഞങ്ങൾ അവിടുന്ന് വേഗം ഇറങ്ങി. മക്കൾക്ക് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ അടുത്തുള്ള ഒരു ഷോപ്പിൽ പോയി. ആദ്യം ഹാത്തിമിനാട്ടം നോക്കിയത്. അവനക്ക് എവിടെ പോയാലും സൈസ് ഓക്കെ ആവാറില്ല. അപ്പോൾ ഇവിടെ തന്നെ അതന്നെ, ഏത് ഡ്രസ്സ് ഇട്ട് നോക്കിയിട്ടും ആൾക്ക് സൈസ് കറക്റ്റ് ആവണില്ല. അങ്ങനെ കുറേ അതും ഇതൊക്കെ ഇട്ട് നോക്കി അവസാനം ഒരു ഷർട്ട് മാത്രം എടുത്തിട്ട് പോന്നു. അങ്ങനെ അവിടുന്ന് ഇറങ്ങി ഞങ്ങളെ. പെട്ടെന്ന് നോക്കിയപ്പോൾ ഹാത്തിമിനെ കാണാൻ കേട്ടോ. അപ്പോൾ അവന് ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഡമ്മി ആയിട്ട് തന്നിട്ട് ഞങ്ങൾ കളിപ്പിക്കുകയാണ്. അവസാനം ഞാൻ ചെവിയിലൊന്ന് വിരലിട്ടപ്പോൾ ആളല്ലെങ്കിൽ ഞങ്ങൾ പിന്നെ അവിടുന്ന് ഇറങ്ങി ഓട്ടോക്കെ വിളിച്ച് അവിടെയുള്ളൊരു മോളിൽ പോയിട്ട് ആ മോളിൽ പോയിട്ട് നേരെ അവർ ചെല്ലുന്നത് ടോയ്സും ഫാൻസിയും ഒക്കെ ഉള്ളൊരു ഷോപ്പിലേക്ക് കയറി. അവിടെ ചെന്നിട്ട് ടോയ്സ് എടുക്കലും ഭയങ്കര കൺഫ്യൂഷൻ രണ്ടുപേർക്കും. അതും ഇതൊക്കെ നോക്കലും. പിന്നെന്താ വേണ്ടേ? ഇവർക്ക് രണ്ടാൾക്കും ഭയങ്കര കൺഫ്യൂഷൻ ആട്ടോ, എന്താ സെലക്ട് ചെയ്യേണ്ടതെന്ന്. അതും ഇതും ഒരുപാട് സാധനങ്ങൾ എടുത്ത് നോക്കി. അവസാനം എന്തൊക്കെയോ എടുത്തിട്ട് പോന്നു. കുട്ടിക്കല്ലേ കേട്ടാ, ഒരു ബില്ലാക്കി തരുമല്ലോ. ഫാൻസിയൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ ഞാൻ അവിടെയുള്ള സാധനങ്ങളൊക്കെ കുറച്ച് നോക്കി ഒരു ബ്രേസ്ലെറ്റ് എടുക്കുകയും ചെയ്തു. ഇപ്പോഴും ഇവർക്ക് ഭയങ്കര കൺഫ്യൂഷൻ കേട്ടോ. ഇപ്പോഴും മാറ്റാനും ഇതാക്കാനൊക്കെ നിൽക്കുകയാണ്. അവിടെ വെക്കും പിന്നെ എടുക്കും. അങ്ങനെ അവസാനം 2 ഐറ്റംസ് എടുത്തിട്ട് പോന്നു. അത് കയ്യിൽ നിന്ന് വെച്ചിട്ടില്ല കേട്ടോ രണ്ടുപേരും. അങ്ങനെ ഞങ്ങൾ കുട്ടികൾക്ക് ഒന്നുകൂടെ ഡ്രസ്സൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് മാക്സിൽ കയറി. എനിക്കും ഒന്ന് നോക്കി, പക്ഷെ എനിക്കെടുത്തില്ല. കുട്ടികൾക്ക് കുറച്ച് ഐറ്റംസൊക്കെ അങ്ങനെ എടുത്തു. 2 ഐറ്റംസ് എടുത്തു. അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു ഹൈപ്പർ മാർക്കറ്റിൽ കയറി കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചു, പുറത്തിറങ്ങി. അപ്പോൾ കുട്ടികളതാ ഓരോ ഐറ്റംസ് എടുത്ത് കൈക്കലാക്കുന്നുണ്ട് കേട്ടോ. അവിടുന്ന് കിൻഡർ ജോയ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ ചെറിയ രീതിക്കൊക്കെ ഒന്ന് സോപ്പിട്ട് മയക്കി വേറെ കുറച്ച് മിഠായിയൊക്കെ പിടിപ്പിച്ച് വേഗം ബില്ലാക്കി ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. അങ്ങനെ അവിടുന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പോയത് ചിക്കാഗോയിലേക്കാണ് കേട്ടോ, ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നു. ഫുഡൊക്കെ കഴിച്ച് നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ, എനിക്കിഷ്ടമായി. ഫുഡൊക്കെ വന്ന് നല്ല അടിപൊളി ഫുഡ് തന്നെ കേട്ടോ, നല്ല അടിപൊളി ഷവായ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് ഇറങ്ങി. കുട്ടികളുടെ കുറച്ച് കലാപരിപാടികളൊക്കെ അതിൻ്റെ ഇടയിലുണ്ടായിരുന്നു കേട്ടോ, തട്ടലും മറിക്കലും ഒക്കെ. അങ്ങനെ ഇറങ്ങിയപ്പോൾ അവർക്ക് ഐസ് വേണമെന്നാണ്, ഐസ്, കുൽഫി, ഐസ്ക്രീം, ഈ ഐറ്റംസൊക്കെ വേണമെന്ന് പറഞ്ഞ്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചതാണ് ഞങ്ങൾ നേരെ വീട്ടിൽ പോയിട്ടാണ്. അപ്പോൾ അടിപൊളി ദിവസം തന്നെ ആയിരുന്നു കേട്ടോ അന്ന്. കുട്ടികൾ ഭയങ്കര ഹാപ്പിയാണ്, ഞങ്ങളും ഹാപ്പിയാണ്.